അമേരിക്കയാണ് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിന് മാത്രമല്ല യുക്രൈനും അമേരിക്കയാണ് ആയുധങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലും യുക്രൈനും ഇപ്പോഴും വമ്പൻ രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത് നിൽക്കുന്നതും. പ്രത്യേകിച്ച് യുക്രൈൻ, റഷ്യയുമായി യുക്രൈന് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ യുക്രൈൻ്റെ പിറകിൽ അമേരിക്കയാണ്. യുക്രൈന് മുക്കിന് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്ത് കൃത്യമായി റഷ്യയിലേക്ക് ആയുധങ്ങൾ തൊടുത്തു പിടിക്കുന്നത് അമേരിക്കയാണ്. എന്നാൽ ഇപ്പോൾ യുക്രൈനിലേക്കും ഇസ്രായേലിലേക്കും അമേരിക്ക ആയുധ വിതരണം നിർത്തിവച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. കാരണം അമേരിക്കയുടെ കയ്യിൽ ഇനി ആയുധമില്ല എന്നുള്ളത് കൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ സഹായിച്ച അമേരിക്കയ്ക്ക് ആയുധങ്ങൾ തീർന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതുമൂലം യുക്രൈനിലേക്കുള്ള ആയുധ വിതരണത്തിന് അമേരിക്ക തൽക്കാലം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യോമവിരുദ്ധ മിസൈലുകൾ ഉൾപ്പെടെ നിരവധി അവശ്യ ആയുധങ്ങളുടെ സ്റ്റോക്ക് അമേരിക്കൻ ശേഖരത്തിൽ കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് പറയുന്നു. വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന കെല്ലി പറയുന്നതനുസരിച്ച് അമേരിക്കയുടെ മുൻഗണനകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത്. നമ്മുടെ സൈന്യത്തിൻ്റെ ശക്തി ഇപ്പോഴും അചഞ്ചലമാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം US സ്റ്റോക്കിൽ ഇല്ലാത്ത ആയുധങ്ങൾ, ദീർഘദൂര മിസൈലുകൾ, 155mm പീരങ്കി ഷെല്ലുകൾ, ആൻറ്റി എയർ മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു. റഷ്യൻ വ്യോമാക്രമണങ്ങളിൽ നിന്ന് യുക്രൈനെ സംരക്ഷിക്കുന്നതിനായി US ഈ ആയുധങ്ങൾ വൻതോതിൽ കയറ്റുമതി ചെയ്തിരുന്നു. ഇപ്പോൾ US തന്നെ ഈ ആയുധങ്ങളുടെ ക്ഷാമം അനുഭവപ്പെടുന്നു. അതിനാൽ വിതരണം നിർത്തിവച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പത്രപ്രവർത്തകനുമായുള്ള സംഭാഷണത്തിൽ യുക്രൈൻ്റെ പ്രതിരോധത്തിനായി മിസൈലുകൾ കയറ്റുമതി ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പാട്രിയറ്റ് മിസൈലുകൾ അയക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവയുടെ കുറവ് അമേരിക്കയിൽ കാണപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറുവശത്ത് യുക്രൈൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിട്ട് തുടരുകയാണ്. ഞങ്ങൾക്ക് വ്യോമ പ്രതിരോധം അത്യന്തം ആവശ്യമുള്ളതിനാൽ ഞങ്ങൾ എല്ലാ തലത്തിലും അമേരിക്കയുമായി സംസാരിക്കുന്നുണ്ട് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. US ആയുധ വിതരണം നിർത്തിവെച്ചതായും മറുവശത്ത് യുക്രൈന് മറ്റൊരു തിരിച്ചടി നേരിട്ടതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. റഷ്യയിലേക്ക് 30,000 സൈനികരെ കൂടെ അയക്കാൻ ഉത്തര കൊറിയ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അയച്ച സൈനികരുടെ എണ്ണത്തെക്കാൾ 3 ഇരട്ടി കൂടുതലാണിത്. യുക്രൈനിലെ അധിനിവേശ പ്രദേശങ്ങളിൽ വലിയ ആക്രമണങ്ങളിൽ യുക്രൈൻ സൈനികർ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.